ഇപ്പോൾ നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ശ്രീ വേണുഗോപാൽ കൂടി ചേരുകയാണ്. ശ്രീ വേണുഗോപാൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ് അമേരിക്കയുടെ എൻട്രി ഇസ്രയേൽ ഇറാൻ പ്രശ്നത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രത്യാഘാതം ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അതുണ്ടായി. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അത് തിരിച്ചടിയായി ഖത്തറിലെ സേനാ താവളത്തിൽ വരുന്നു. പക്ഷേ അല്പം പ്രിക്കോഷൻ ഇതിന് എടുക്കാനുള്ള സമയം ഇറാൻ നൽകിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ അത്യാഹിതങ്ങൾ കുറവായിരുന്നു. പക്ഷേ ആ മേഖലയാകെ ഭയപ്പാടിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വെടിനിർത്തൽ ശാശ്വതമാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്നലെ ഉണ്ടായ ആ അറ്റാക്ക്, ഗൾഫ് മേഖലയിൽ അതുണ്ടാക്കിയ ഇമ്പാക്ട്, തുടർന്നുണ്ടായ സമ്മർദ്ദം, അമേരിക്കയ്ക്ക് കിട്ടിയ മെസ്സേജ്, ഇതൊക്കെയാണോ ഇന്നൊരു അടിയന്തര വെടിനിർത്തലിലേക്ക് നയിച്ച ഘടകങ്ങൾ? തീർച്ചയായിട്ടും അടിയന്തര വെടിനിർത്തലിന് അമേരിക്കയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്ന ഒരു സൂചന മാത്രമാണ്. ആ സൂചന ഒരു മിസൈൽ ആക്രമണത്തിൽ കൂടെ നടത്തിയെങ്കിലും ഇറാൻ്റെ ശരിയായ പദ്ധതി എന്ന് പറയുന്നത് നോൺ കൺവെൻഷണൽ വാർ മെത്തേഡുകൾ ആശ്രയിക്കേണ്ടി വരിക എന്നുള്ളതാണ്. നേരിട്ട് ഇറാൻ US ബേസിനെ ആക്രമിക്കുന്നതിന് പകരം ഏതാണ്ട് ഒരു എക്സ്ട്രീമിസ്റ്റ് ലൈനിലുള്ള, ഒരു തീവ്രവാദി ലൈനിലുള്ള ആക്രമണം കൂടി വന്നേക്കാമെന്ന് US ഭയക്കുന്നുണ്ട്. അങ്ങനെ USൻ്റെ അവിടെയുള്ള 45,000-50,000 വരുന്ന സൈന്യത്തിന് ജീവോപായമുണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ട്രംപിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എന്ന് അദ്ദേഹം ഭയക്കുന്നു. കാരണം ഇനിയും ശവപ്പെട്ടികൾ USലെ പൗരന്മാരെയുമായിട്ട് അമേരിക്കയിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രംപിന് അത് വലിയൊരു ഭീഷണിയായിരിക്കും. ട്രംപിൻ്റെ പ്രസിഡൻസിക്ക് തന്നെ വലിയ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും. കാരണം സമാധാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ജനങ്ങളോട് വോട്ട് മേടിച്ച് വരികയും റഷ്യൻ ഉക്രൈൻ വാർ ഞാൻ അധികാരത്തിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്കകം ഞാൻ മാറ്റുമെന്ന് പറയുകയും അതുപോലെ തന്നെ ഹമാസ് ഇസ്രായേൽ പോരാട്ടം ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറയും ഒക്കെ ചെയ്തു വന്നിട്ട് അദ്ദേഹത്തിന് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഗൾഫ് മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്ന വിധത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുകൂടി വരുന്നത് അദ്ദേഹത്തിന് വലിയ ക്ഷീണമാകും. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഒരു അറ്റാക്ക് നടത്തി അതോടുകൂടി നിൽക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇറാൻ വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ രണ്ട് വിഭാഗത്തോടും അദ്ദേഹം ആവശ്യപ്പെട്ടത്, ഇസ്രായേലിനോടും അതുപോലെ തന്നെ ഇറാനോടും. എന്നാലും ആ വെടിനിർത്തൽ ഏതാണ്ട് അംഗീകരിച്ചെങ്കിലും അത് പൂർണ്ണമായിട്ട് രണ്ടു കൂട്ടരും അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് കൂടി ഇനി ഇത് വ്യാപിക്കുമോ എന്ന് ഭയക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ 89 ലക്ഷത്തോളം നമ്മുടെ ഇന്ത്യക്കാർ വിദേശ രാഷ്ട്രങ്ങളിലല്ല നമ്മുടെ ഈ ഗൾഫ് മേഖലയിൽ തന്നെ വലിയ തോതിലുണ്ട്. അതിൽ പകുതിയോളം വരുന്നത് നമ്മുടെ മലയാളികളാണ്. അവർക്ക് വലിയ ഭീതിയിലാണ്. നോർമലി തന്നെ ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈം കൂടെയാണ്. ഈ വെക്കേഷൻ ടൈമിന് അവർ പലരും നാട്ടിലേക്ക് വരുന്ന സമയമാണ്. ആ സമയത്ത് ഫ്ലൈറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിനിടയ്ക്കാണ് ഇന്നലെ ഈ അറ്റാക്ക് വന്നതോടുകൂടി എയർ സ്ട്രിപ്പ് മൊത്തത്തിൽ ഒരു ബാൻ പോലെ വന്നിരിക്കുന്നത്. അപ്പോൾ വ്യോമ അന്തരീക്ഷം ആകെ കലുഷിതമായിരിക്കുന്നു. വ്യോമ താവളങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. എയർ സ്പേസ് അടച്ചിരിക്കുന്നു. ഇതൊക്കെ നമുക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ പലതാണ്. ഈ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അല്ലാതെ തന്നെ ഇന്ത്യക്ക് വലിയ ദോഷം വരുന്നുണ്ട്. നമ്മുടെ ചാബഹാർ പോർട്ടിന് വേണ്ടി നമ്മളൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. ഏതാണ്ട് $5.750 മില്യൺ നമ്മൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അത് ഇന്ത്യയുടെ 2 സ്ഥാപനങ്ങളാണ്, കണ്ട്ല പോർട്ടും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു പോർട്ടും പോർട്ട് ട്രസ്റ്റും ചേർന്ന് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതിന് പുറമെ ഇറാനിൽ നമ്മുടെ ഇന്ത്യക്കാർ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്ട് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഏതാണ്ട് 3 ഡസനോളം പ്രമുഖ കമ്പനികൾ തന്നെ ഇറാനിൽ ഇന്ത്യക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രധാന ഏഷ്യൻ കവാടമായിട്ട് നമ്മൾ ചാബഹാർ പോർട്ടിനെയാണ് കണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം അതിനുവേണ്ടി 10 വർഷത്തേക്കാണ് നമ്മൾ ആ ഒരു പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ പ്രധാനപ്പെട്ട പല നിർമ്മിതികളും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയും അതിനുവേണ്ടി അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ നീങ്ങുകയും ആ പോർട്ട് എത്രയും പെട്ടെന്ന് വികസിപ്പിച്ച് നമുക്ക് ഏഷ്യൻ കവാടമായിട്ട് ഏഷ്യയുടെ സെൻട്രൽ ഭാഗങ്ങളിലേക്കും അതുപോലെ സൗത്ത് ഭാഗത്തെ മൊത്തത്തിലുള്ള നമ്മുടെ യാത്രയ്ക്കുമൊക്കെ വേണ്ടി ഉപയോഗിക്കാനായിട്ട്
തുറന്നു കിട്ടുന്നതിന് ഒരു വലിയ ഗുണകരമായിരുന്നു. ഒരുപക്ഷെ ചൈനയും പിന്നെ പാകിസ്ഥാനെയും ഒന്നും നമുക്ക് കൺസിഡർ ചെയ്യാതെ തന്നെ നമുക്ക് സുഗമമായിട്ട് മധ്യേഷ്യയിലേക്ക് ട്രേഡ് നടത്താൻ, വൻപിച്ച വ്യാപാരം നടത്തുന്നതിന് സഹായിക്കുന്ന ഒന്നായിരുന്നു. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വേറൊരു പ്രശ്നമാണ് പിന്നെ ഹോർമോസ് കടലിടുക്ക്. ഏതാണ്ട് ഇന്ത്യയുടെ 45% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ക്രൂഡ് ഓയിൽ തന്നെ വരുന്നത് അവിടുന്നാണ്. അത് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് വളരെ വലുതായിരിക്കും. പെട്രോളിൻ്റെ വില ക്രമാതീതമായിട്ട് വർദ്ധിക്കും. ഇപ്പം തന്നെ വലിയ വർധനവ് ഉണ്ടായിരിക്കുകയാണ്. ഇത് ലോകം മൊത്തം വ്യാപിക്കുന്നതാണെങ്കിലും ഇന്ത്യക്ക് അത് വളരെ വലിയ ഒരു നഷ്ടമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നീങ്ങുകയാണ്. അതായത് നമ്മൾ ലോകത്തെ ഒരു പ്രമുഖ സാമ്പത്തിക ശക്തിയായിട്ട് വളരാനായിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുന്നു. ആ ഘട്ടത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒന്നാണ്. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വാർ പോലും നമ്മൾ എത്രയും മിനിമം ചെയ്ത് നിർത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ എക്കണോമിക് പവർ, തേർഡ് വേൾഡ് എക്കണോമിക് പവറായിട്ട് നമ്മൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടിരുന്നത്. അതിനെല്ലാം തടസ്സം വരുന്ന ഒരു വലിയ ഒരു വൈതരണിയിലേക്കാണ് നമ്മൾ ചെന്ന് ചാടിയിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് നമ്മൾ ഇറാനോടും ഇസ്രായേലിനോടും ആവശ്യപ്പെട്ട് കഴിഞ്ഞു. റഷ്യ നമ്മളോട് ചേർന്ന് ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യ, ചൈന, റഷ്യ അച്ചുതണ്ട് രൂപീകരിക്കേണ്ട ആവശ്യകത പോലും പുടിൻ ഇപ്പോൾ നിർദ്ദേശമായി മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. എന്തായാലും ഈ യുദ്ധം നീണ്ടുപോകാതിരിക്കാൻ ഇന്ത്യക്കും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്, ലോകരാഷ്ട്രങ്ങൾക്ക് മൊത്തം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതുണ്ടാക്കാൻ പോകുന്ന വിപത്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ അവിടെ താമസിക്കുന്ന മലയാളികൾക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കും ഉണ്ടാകുന്നതിന് പുറമെ രാഷ്ട്രത്തിന് മൊത്തം വരുന്ന ഒരു വലിയ ലോസാവും. അത് നമുക്ക് താങ്ങാവുന്നതിലേറെയാണ്. തീർച്ചയായും ഓരോ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഓരോ രാഷ്ട്രവും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 12 ദിവസം എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം കാഷ്വാലിറ്റി അവിടെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളില്ല. അതിനപ്പുറം ഉണ്ടായിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ള നാശനഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. അതുപോലും പരിഹരിക്കപ്പെടണമെങ്കിൽ ഇനി എത്ര പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പ് വേണ്ടിവരും എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ അജി കുര്യാക്കോസ് കൂടി നമുക്ക്